ഇത് ഫെനലോപ്സിസിൻ്റെ വളരെ മെച്ചുവറായ ഒരു പ്ലാന്റ് ആണ്. എൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലുള്ള ഇതിൻ്റെ ലീഫുകളിൽ കണ്ടോ ഇങ്ങനെ എന്തോ ഒരു പ്രാണി വന്നിട്ട് ഡാമേജ് ആക്കി വെച്ചിരിക്കുന്നുണ്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതിനകത്ത് കണ്ടോ ഇങ്ങനെ ഒരു വിള്ളൽ പോലെ. അതുപോലെ ഈ ലീഫിൻ്റെ സൈഡിലായിട്ടൊക്കെ കണ്ടോ ഒരു പുഴുവിനെ കണ്ടോ. ഇതാണ് നമ്മളുടെ ഈ ലീഫിനെ ഇതേ രീതിയിൽ ഡാമേജ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ കാണുന്ന ഈ കാറ്റർപില്ലേഴ്സിൻ്റെയൊക്കെ ഒരു പ്യൂപ്പ സ്റ്റേജ് പോലെ ഈ പുഴുക്കളായിട്ട് നടക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ ലീഫുകളിലും ബഡുകളിലും ഒക്കെ ഇത് വന്നിട്ട് നിമിഷ നേരങ്ങളുണ്ട്, മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ഒരു പ്ലാന്റിന്റെ ഒരു ഭാഗം തന്നെ തിന്നു കളയും. ഇത്രയും ചെറിയ പുഴുവാണ് ഇത്രയും വലിയൊരു ഡാമേജ് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്നത്. അവരിങ്ങനെ കൂട് കൂട്ടിയിട്ടിരുന്ന് ഫുള്ള് ഫ്ലഷി ആയിട്ടുള്ള ലീഫുകൾ ഒക്കെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവന്മാർ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവന്മാർ വന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ ഫുള്ള് കേടാക്കി കളയും. അപ്പോൾ ഇവർ നമുക്ക് ഓർഗാനിക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇവനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമ്മളുടെ 3rd എപ്പിസോഡാണ് ഓർക്കിഡിൻ്റെ ഇങ്ങനത്തെ ഇൻസെക്റ്റുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓർക്കിഡ്സിനെ രക്ഷിക്കാം എന്നുള്ളതിന് 3rd പാർട്ടാണിത്. മറ്റ് 2 പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അത് 2 ഞാനൊരു കെമിക്കൽ ഇൻസെക്ടിസൈഡുകളാണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് പലർക്കും ഇൻസെക്ടിസൈഡ് കെമിക്കലി യൂസ് ചെയ്യാൻ ഒരു പേടിയാണ്. ശരിക്കും പേടിക്കേണ്ട കാര്യമാണ്. എങ്കിലും നമുക്കത് യൂസ് ചെയ്യാതിരിക്കാൻ ചില സമയങ്ങളിൽ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചില സാധനങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണും. വീട്ടിലുള്ള 2 പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് വളരെ സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇൻസെക്ടിസൈഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവനെ നമ്മളിന്ന് ഈ ഒരു ഗാർഡനിൽ നിന്ന് ഫുള്ള് മാറ്റാൻ പോകണത്. ഒഴിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യും. ആള് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഇതിന്റെ ഒരു ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ വേസ്റ്റുകൾ കിടക്കുന്നുണ്ട്. ഇതിന്റെ കാഷ്ടമാണ്. അപ്പം ഈ പുഴുവിനെ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഇതുപോലുള്ള പാടുകൾ നിങ്ങളുടെ പ്ലാന്റ്സിന്റെ ലീഫുകളിലെ അതുപോലെ പെറ്റൽസിലൊക്കെ കാണാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാഷ്ടത്തിന്റെ ഒരു അംശവും ഒക്കെ അവിടെ കാണും. അത് നമുക്കൊരു പ്രൂഫാണ് ഇതുപോലുള്ള പ്രാണികളാണ് നമ്മുടെ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്തെന്നുള്ളത്. അതുപോലെ ഇത് കണ്ടോ ഇതിന്റെ മുകൾ വശത്ത് ഈ ഒരു ക്രൗൺ ഭാഗത്ത് ഇങ്ങനെ ഒരു കൂട് കൂട്ടിയിട്ട് ഇതുപോലൊരു പുഴു ഇരുന്നതാണ്. അപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഇവിടെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളം കെട്ടി നിന്നിട്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ പ്ലാന്റിൽ ഈ പുഴു വന്നിട്ട് അവിടെ ഇങ്ങനെ കടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇരുന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ആയി പോകും. അപ്പം ആ ഒരു ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു പരിഹാരം വേണ്ടേ. അപ്പം അത് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി മറ്റൊരു രീതിയിൽ കാണാം. ഇപ്പൊ പുഴുവിനെ കണ്ടല്ലോ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇതിങ്ങനെ തുളച്ച് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഉള്ളിലോട്ട് നല്ല ഒരു ഡാമേജ് ഈ പ്ലാന്റിൽ കാണുന്നുണ്ട് കേട്ടോ. ഇനി മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെയുള്ള പുഴുക്കൾ ഇത് കണ്ടോ ലീഫിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലീഫിന്റെ സൈഡ് വശങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിനുള്ളിലൊരു ഇതുപോലൊരു ഒരു വൈറ്റ് ക്രീം ഷെയ്ഡിലുള്ള പുഴുക്കൾ ഇരിക്കാറുണ്ട്. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ചീവിങ് ഇൻസെക്റ്റുകളാണ്. അതിന്റെ ഈ വായുടെ ആറ്റഭാഗം വെച്ചിട്ട് ഫുള്ള് കടിച്ച് ഇങ്ങനെ തിന്നാണ് ചെയ്യുന്നത്. അത് വിരിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അത് മണിക്കൂറുകൾ കൊണ്ട് അത് ഫീഡ് ചെയ്ത് തീർത്തിരിക്കും. അപ്പൊ ഇങ്ങനെ ചുരുണ്ടിരിക്കും. നമ്മൾ അറിയത്തില്ല, കാണാനേ പറ്റില്ല. നമ്മളൊരു ഇൻസെക്ടിസൈഡ് കൊടുത്താൽ തന്നെ ചിലപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലത്തില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ സിസ്റ്റമിക് ആയിട്ട് ഇൻസെക്ടിസൈഡിനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചുരുണ്ട് കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത് കൊടുക്കാം. ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഇൻസെക്റ്റിന് ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇൻസെക്ടിസൈഡ് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടോ ഈ ഇല നമ്മൾ നിവർത്തി നോക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പുഴുയില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഇത് നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത് കൊണ്ട് എനിക്കറിയാം. അതെനിക്ക് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ 1-2 വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആമ്പലിന്റെ വീഡിയോയിലൊക്കെ ആമ്പലിന്റെ ലീഫിൽ ഇതുപോലുള്ള പുഴുക്കൾ വരാറുണ്ട്. അപ്പം ഓരോ പ്ലാന്റ്സിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളിത് എപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഗാർഡനിൽ വാച്ച് ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തുടർച്ചയായുള്ള ഇൻസെക്ടിസൈഡിന്റെ യൂസിന്റെ ആവശ്യമില്ല. ഇതൊക്കെ കണ്ടാൽ മാത്രം നമുക്കിതൊക്കെ ചെയ്താൽ മതി. ഞാനൊരു 6 മാസത്തോളമായിട്ട് ഇൻസെക്ടിസൈഡിന്റെ അങ്ങനെ യൂസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധികം ശ്രദ്ധിക്കാതിരുന്നപ്പോഴത്തേക്കും
എൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ഇൻസെക്റ്റുകളുടെ അറ്റാക്ക് ഭയങ്കരമായിട്ട് കൂടി വന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു സീരീസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതിനോടൊപ്പമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇതേ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്തു വരാം. അങ്ങനെ നല്ലൊരു റിസൾട്ടേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയാണ് ഞാനൊരു സീരീസ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ജൈവ രീതിയിൽ അത് ചെയ്യാൻ പോവാണ്. അപ്പം ഇങ്ങനെയുള്ള പുഴുക്കൾക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇവന്മാരെയൊക്കെ നമ്മുടെ ഗാർഡനിൽ നിന്ന് എങ്ങനെ ശത്രുക്കളെയൊക്കെ ഓടിക്കാം, ഈ ഇൻസെക്ടിസൈഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഒരു നല്ല ഇൻസെക്ടിസൈഡാണ്. അതോടൊപ്പം നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ വെളുത്തുള്ളി, ഇത് പണ്ടേ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. ഇതോടൊപ്പം പല തരത്തിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സിമ്പിളായിട്ട് നമുക്ക് 2 ഐറ്റം വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു 2 ക്ലോ മാത്രം മതി, ഫുള്ള് വേണ്ട. 2 അല്ലി എടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഒരു 2-3 കാന്താരി മുളക്, അല്പം ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. കുറയണ്ട, ഇത്തിരി കൂടിയാലും ഓർഗാനിക് ആയതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും പ്ലാന്റ്സിന് ഉണ്ടാവത്തില്ല. എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ 2 കാന്താരി മുളകും 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാനല്ല, നമുക്കൊരു ഇൻസെക്ടിസൈഡ്, അതായത് ഈ കീടങ്ങളെ ഓടിക്കാനുള്ള ഒരു മരുന്ന് ഉണ്ടാക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചതക്കട്ടെ. ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇടിച്ച് അതിൻ്റെ നീരൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് സ്പ്രെഡ് ആക്കാൻ പറ്റും. ശരിക്കും നല്ല മണമാണ് ഇത്. ഇടിക്കാൻ തുടങ്ങിയപ്പോഴേ നല്ല മൂക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഗാർഡനിലൊന്ന് സ്പ്രേ ചെയ്താൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കാം. നല്ലൊരു അരിപ്പയിലരിക്കാം, കാരണം നമ്മുടെ സ്പ്രെയർ ബ്ലോക്കായി പോകണ്ട. അപ്പോൾ അരിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമുക്കൊരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഈ ഒരു സ്പ്രെയർ ബോട്ടിലോട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 3/4 ഭാഗം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml വെള്ളമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് എത്രയും ഡൈല്യൂട്ട് ആയിരിക്കുന്നത് നല്ലതാണ്, കാരണം വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. 3 മുതൽ 4 ഇരട്ടി വെള്ളം ചേർക്കാം. ബാക്കി നമ്മളിപ്പോൾ ചതച്ച് വെച്ചാൽ നീരെല്ലാം കൂടെ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിനി ഇത് ഗാർഡനിലും എല്ലാത്തിലും, പച്ചക്കറിയിലും ഇൻഡോർ പ്ലാന്റ്സിലും ഒക്കെ നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ നല്ലൊരു മണമാണ് ഇത് അടിക്കുമ്പോൾ തന്നെ. കയ്യിലൊക്കെ വീഴുമ്പം കുറച്ചൊരു എരി പോലെ ഫീൽ ചെയ്യും, അതിൽ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ. അപ്പം സൂക്ഷിച്ചടിക്കുക. അപ്പോൾ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്താൽ നമുക്ക് ഇത് ഇൻസെക്ടിസൈഡ് ഈ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഉപയോഗിക്കണം എന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ആ ഒരു വെള്ളം നമ്മുടെ ഈ ഇൻസെക്റ്റിന്റെ പുറത്തോട്ട് വീണപ്പോൾ തന്നെ അതിൻ്റെ ആ മോഷൻ തന്നെ സ്റ്റോപ്പായി. ഇങ്ങനെയുള്ള പുഴുക്കൾ വെള്ളത്തിൽ നമ്മൾ പിടിച്ചിട്ടാൽ പെട്ടെന്ന് ചത്തു. അപ്പോൾ വെള്ളം വീഴുമ്പോൾ തന്നെ അവിടെ നീറ്റലും ഒക്കെ കൊണ്ട് പെട്ടെന്ന് അത് സ്റ്റക്കായി. ചത്തിട്ടില്ല, പതുക്കെ കിടന്നിട്ട് ഇതുപോലെ ചത്തുപോകും. അപ്പം ഇങ്ങനെയുള്ള ഇൻസെക്റ്റ് ഈ മണം അടിച്ചിട്ട് ഈ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചേരയും പാമ്പും ഒക്കെ വരത്തില്ലെന്ന് പറയില്ല. അപ്പോൾ അത് സെയിം യൂസ് തന്നെയാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. അതിനും നല്ലതാണ്, ഇതിനും നല്ലതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഗാർഡനിൽ ഒത്തിരി ചെടികളൊക്കെ വെച്ചിരിക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ കെമിക്കൽ ഇൻസെക്ടിസൈഡ് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് കൊടുക്കണം. അപ്പോൾ പ്ലാന്റിനും അത് നല്ലതാണ്, ഗ്രോത്തിന് നല്ലതാണ്. അതുപോലെ ഈ പുതിയ കീടങ്ങൾ നമ്മളുടെ ഗാർഡനിലേക്ക് വരാതിരിക്കാനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഗാനിക് ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്ത് കൊടുക്കണം. കെമിക്കൽ ഉപയോഗിച്ച് ഫുള്ള് ചത്തുപോകും, പേട് അതിലത്തോട്ടൊന്നും വരത്തില്ല. അതിനുശേഷമാണ് നമ്മൾ ഓർഗാനിക് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇനിയും കെമിക്കൽ നമ്മൾ സ്റ്റോപ്പ് ആയിട്ടില്ല. പക്ഷേ ഞാൻ കെമിക്കലിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഓർഗാനിക് ആയിട്ടുള്ളതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തയ്യാറാക്കിയില്ല മാത്രം കേട്ടോ. ഇനി ഈ പ്ലാന്റുകളിലൊക്കെ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്ലാന്റ് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത പോർഷൻസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നല്ലൊരു കത്തിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് എവിടേക്കാണോ ആ പുഴുക്കൾ ഉണ്ടായിരുന്നത് അവിടെ അതിൻ്റെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലൊരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കറുകപ്പട്ട പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപയോഗിക്കുന്നത് കെമിക്കൽ ഫംഗിസൈഡ് ആണ്, പക്ഷെ കറുകപ്പട്ട പൊടിച്ചതും നല്ലതാണ്. കാരണം എനിക്ക് ഇത്രയും ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇവനെ നമുക്ക് ഒരു ഓർഗാനിക് കൊടുത്ത് പക്ഷെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ പ്ലാന്റ് ചീത്തയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് അല്ല ഇത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് കൂടി ഒന്ന് ജസ്റ്റ് വെള്ളം ചാലിച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പം ഇതുപോലെ പേസ്റ്റ് ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പോൾ പ്ലാന്റ് ഫുൾ സേഫ് ആവുകയാണ്.
അപ്പോൾ ഇതുപോലുള്ള ഇൻസെക്ടിസൈഡുകൾ ഒരുപാടുണ്ട്, ഒരുപാട് ടൈപ്പ് ഇൻസെക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡിലായിട്ട് ഓരോ ഇൻസെക്റ്റിനെയും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓരോ എപ്പിസോഡുകളും കാണുക. ഇനി കാണാത്ത എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ അതും കാണുക. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കാർഡിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയാൽ തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോസ് തന്നെ ആയിരിക്കും ഇത്. എൻ്റെ അനുഭവങ്ങളാണ് ഈ വീഡിയോസിലെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടർന്നുള്ള എപ്പിസോഡുകൾ എല്ലാ ഫ്രൈഡേയിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ തുടർന്നുള്ള സീരീസ് എപ്പിസോഡുകൾ അല്ലാതുള്ള ദിവസങ്ങളിൽ നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസും കെയർ വീഡിയോസും ഒക്കെ ഇടാം. അതുകൊണ്ട് ഫ്രൈഡേയിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ എനിക്ക് അനുഭവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ വീഡിയോസിൽ ഷെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.